വിക്രം സാറേ, ഇനി പറഞ്ഞട്ടെ, വേദ ആരെയാണ് ശിക്ഷിക്കേണ്ടത്? ബുജ്ജിയുടെ കയ്യിൽ കമ്പി കൊണ്ട് കുത്തിയ രവിയെയാണോ, അതോ അത് ചെയ്യാൻ പറഞ്ഞ ശങ്കരനെയാണോ? നൈസ്. എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ വണ്ടി എടുപ്പിക്കും പോലും, എന്നിട്ട് ടോൾ ട്രക്ക് വഴി സാധനം കടത്തി വലിയ ഡോൺ ആവുമെന്നാണോ? അതൊരു പോലീസ് എന്താ നിൽക്കണമെന്നാ? വിക്രം സാറേ, ചോദ്യം വേദയെ പറ്റിയല്ല, ധർമ്മത്തെ പറ്റി. ധർമ്മം എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ, അതോ ഹീറോ കളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? നിങ്ങൾക്ക് യൂണിഫോം ഇടുമ്പോഴേ ഹീറോസ് ആവും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഹീറോസ് ആവും. അതുകളാ സാറേ, നമുക്ക് ഒരു കഥയിൽ ഇവൻ നല്ലവനാ ഇവൻ വില്ലനാന്ന് ചോയ്സ് ചെയ്യുന്ന ചൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. എന്നാ ഈ കഥയിൽ രണ്ടുപേരും വില്ലന്മാരും. ഇതിലാരെയാ ശിക്ഷിക്കാൻ? ഇതിലാലോചിക്കാണ്ടിരിക്കുന്നു രണ്ടുപേര്. അങ്ങനെ ഒറ്റയടിക്ക് എല്ലാവരെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. തെറ്റ് ചെയ്താലും ശിക്ഷിക്കുന്നതിനൊരു ധർമ്മമില്ലേ? ചെയ്തവനോ ചെയ്യിപ്പിച്ചവനോ? രവിയെ പിടിച്ച ശങ്കരൻ മുങ്ങിക്കളയും, ശങ്കരനെ പിടിച്ച രവി മുങ്ങും. രവിയോ ശങ്കരനോ, ചെയ്തവനോ ചെയ്യിപ്പിച്ചവനോ, സാർ ആരെ ശിക്ഷിക്കുക? ശങ്കരൻ പറഞ്ഞു രവി അത് ചെയ്തു എന്ന് വെച്ചാൽ രവി ആയുധം മാത്രമാണ്, യൂസ്ലെസ്. ശങ്കരൻ എത്ര വലിയവനാണെങ്കിലും ഞാൻ അവനെയാണ് തീർക്കുക. നീ ചെയ്ത കാര്യം നിന്റെ അനിയന് വേണ്ടി ചെയ്തതാണോ, അതോ അവിടെ ഹീറോ ആവാൻ വേണ്ടി ചെയ്തതാണോ? എന്താടാ സാർ ആള് വന്നു. പ്രിയ, ഇയാള് നിന്റെ കേസാണോ? മിസ്റ്റർ വേദ ഞങ്ങളുടെ ഫേമിന്റെ ക്ലയന്റാ. ഇദ്ദേഹം എന്റെ സീനിയർ ലോയർ. ആന്റിസിപ്പേറ്ററി ബെയിൽ. ഉടനെ ബെയിൽ എടുക്കാനായിരുന്നു നീ എന്തിനാ സറണ്ടർ ആയത്? സാറേ, ബെയിലിന്റെ പേപ്പറൊക്കെ കറക്റ്റ് അല്ലേ സാറേ? എടാ നീ എന്നോട് സാറേ, ആസ്ക് മൈ ലോയർ സാറേ. ഓക്കെ സാറിന് എന്തുകൊണ്ടാന്ന് പറയുന്നത്? രവിയെ, ഈ പോലീസ് ഏമാൻ നമ്മുടെ ചങ്ങായിയാടാ. വരട്ടെ ഏമാനെ. നീ എന്ത് കളിയാ കളിക്കുന്നേ? അത് സാറ് എന്നെ കണ്ടുപിടിക്കും, അതല്ലേ സാറിന്റെ ജോലി. രവി വാ. നീ ഈ കേസിൽ ഇൻവോൾവ് ആണെന്ന് ഞാൻ എങ്ങനെ അറിയാം? ശരി, അതി പറഞ്ഞില്ലേ പ്രിയ, നിന്നെ വെച്ച് അവൻ എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കുക. എല്ലാം നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കല്ലേ. മിസ്റ്റർ വേദ ഞങ്ങളുടെ ഫേമിന്റെ പ്രധാനപ്പെട്ട ക്ലയന്റാ. മിസ്റ്റർ വേദ ഇവിടെ വന്ന് 3 മാസത്തിനുള്ളിൽ എനിക്ക് ജോലിയും കിട്ടി. ഇത്രയും വലിയ കേസിൽ ജൂനിയർ ആവാന്ന് വെച്ചാൽ എത്ര വലിയ കാര്യം. അല്ല, വേദ അങ്ങോട്ട് വന്ന് സറണ്ടർ ആയതല്ലേ? നിന്റെ മട്ടും ഭാവവും കണ്ട നീ അറസ്റ്റ് ചെയ്ത പോലെ തോന്നുന്നു. നോക്കി ചെയ്തൂടെ കഴുത? കഷ്ടം. കുഴപ്പമൊന്നുമില്ല. എനിവേസ്, ഞാൻ 2 ആഴ്ചക്കുള്ളിൽ വേദ എൻകൗണ്ടറിൽ തട്ടാൻ പോവാ. പിന്നെ നീ ആരെ റെപ്രസെന്റ് ചെയ്യുന്ന കാണുമല്ലോ. ആദ്യം അയാൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, പിന്നെ എൻകൗണ്ടർ ആലോചിക്കാം. റിയലി പ്രിയ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനും നീ ഒരേ വീട്ടിൽ കഴിഞ്ഞോണ്ട് ഈ കേസ് ഹാൻഡിൽ ചെയ്താൽ അവർ പേഴ്സണൽ ലൈഫ് വിൽ ബി ഹെൽ. ഓരോ പ്രാവശ്യം ഫോൺ വരുമ്പോൾ നീ ഒരു ഭാഗത്തും ഞാനൊരു ഭാഗത്തും പോയി സംസാരിക്കേണ്ടി വരുന്നു. ഭാര്യയും ഭർത്താവും ഒരേ കേസിൽ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ കോർട്ട് അക്സെപ്റ്റ് ചെയ്യില്ല, എന്റെ ഡിപ്പാർട്ട്മെന്റ് അക്സെപ്റ്റ് ചെയ്യില്ല. കമോൺ പ്രിയ, പ്ലീസ്, ഈ കേസ് നീ പിന്മാറ്. എന്നാ നീ വേണ്ടെന്ന് വെക്ക്. നിന്റെ ജോലി നിനക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാ എനിക്കും. വേദ ഒരു ക്രിമിനലാണ്, 16 പേരെ കൊന്നവനവൻ. അവൻ കാരണം ഞങ്ങൾക്ക് എന്നും ഓരോ തലവേദനയാ. അവനെ റെപ്രസെന്റ് ചെയ്യുന്ന വലിയ അന്തസ്സാണെന്നാണ് കരുതിയിരിക്കുന്നത്. ലോയേഴ്സിന് ന്യായം ധർമ്മം അപ്പൊ പ്രശ്നമല്ലേ? ഓഹോ, ഏതാണ് ന്യായം? ലീഗൽ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അന്യായമാണ്.